ഹലോ എവരിവൺ, നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത ഇവൻ്റാണ് കീർത്തനയുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞാനും ജയനും ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് റോസും കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കൂടെ LMS ഉണ്ട്, സിനിമസ് ഉണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ച് പോകാമെന്ന പ്ലാനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചാലും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റി. നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ ചെന്നിത്തലയായിരുന്നു. സ്റ്റുഡൻസ് എല്ലാവരും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവരായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ കീർത്തനയുടെ എൻഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം കാത്തിരുന്നൊരു ഇവൻ്റാണ്. ഇപ്പോൾ ഇത് കീർത്തന ഇവിടുന്ന് പാസ് ഔട്ടായി പോകുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കണം എന്ന് നമ്മൾ അറിയിച്ചൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ സമയത്തോടെ എത്താൻ പറ്റി. എല്ലാത്തിനും നന്നായിട്ട് നമുക്ക് പങ്കെടുക്കാനും പറ്റി. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണുന്ന വളരെ റെയറായിട്ടുള്ളൊരു പ്രോഗ്രാം കൂടിയാണിത്. ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ എടുത്ത് നോക്കിയാൽ അതൊരു മിക്സഡ് ഇയറാണ്, പല ഇമോഷൻസും ഉള്ള. പക്ഷേ ഇപ്പോൾ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഓഫ് ദ ഇയർ എടുക്കുകയാണെങ്കിൽ അത് ഇത് തന്നെയാണ്. നമ്മൾ ഏത് ആംഗിളിൽ നോക്കിയാലും, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലോ കോളേജ് ലെവലിലോ പേഴ്സണൽ ലെവലിലോ എങ്ങനെ നോക്കിയാലും അത് നല്ലൊരു മൂമെൻറ്റ് ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ 5 ഇയേഴ്സിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പോലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് കുറേയധികം അറിയാവുന്ന സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും. ഇപ്പോൾ ട്രിപ്പും IV ഒക്കെ ഇവരുടെ പോകാമെങ്കിൽ പോലും അതുകൂടാതെ കുറച്ച് ടൈം അവരുടെ സ്പെൻഡ് ചെയ്യാൻ ഈ സമയത്ത് നമുക്ക് പറ്റി. പിന്നെ അവിടെ നിന്ന് നമ്മൾ യദുവിൻ്റെ വീട്ടിൽ പോകുന്നു. യദുവിൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ തവണ നമ്മൾ ചെല്ലണം എന്ന് ആഗ്രഹിച്ച സ്ഥലം തന്നെയാണ്. ആ വഴിക്ക് പോകുമ്പോൾ എപ്പോഴെല്ലാം കയറണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കുറച്ച് നല്ല ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ഹാപ്പി മൂമെൻറ്റ്സിന് ശേഷം നമ്മൾ കുറച്ച് പള്ളികൾ വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു തിരിച്ചു പോകുന്ന വഴി. അപ്പോൾ അവിടുത്തെ പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു പള്ളിയാണ് നിരണം പള്ളി, സെൻറ്റ് മേരീസ് ചർച്ച് നിരണം. അതിപ്പോൾ തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. ഇപ്പോൾ സ്ഥാപിച്ച 7 പള്ളികളിൽ പെട്ട ഒരെണ്ണമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇവിടെ കുറേ അധികം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ താളിയോലകൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ സ്പിരിച്വൽ മാത്രമല്ല ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസും കൂടിയിട്ടുള്ളൊരു പള്ളിയായിട്ടാണ് നമുക്കത് തോന്നിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത പള്ളിയിലേക്ക് പോയി. അത് എടത്വയിലെ സെയിൻറ്റ് ജോർജ് ചർച്ചാണ്. ഇത് നമ്മൾ പലതവണ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ ഇതൊരു നല്ല ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് ദോശ കഴിച്ചിട്ട് യാത്ര എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വെറൈറ്റീസ് ദോശയും കൂടെ ചായ കുടിച്ച് ഈ യാത്രയോടെ എൻഡ് ചെയ്യാം. സോ ദിസ് വാസ് എ ഗ്രേറ്റ് ഡേ ആൻഡ് വി വിഷ് കീർത്തന all the happiness in her life. May God bless her. Thank you.